കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്ന് പരിശോധിക്കുമ്പോൾ വെള്ളം കുടി കുറയുന്നതാണ് ഒരു കാരണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കൂടെ വായിക്കേണ്ട മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യൂറിനറി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കിഡ്നിയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഒരു കാരണമാണ്. കാരണം അമോണിയ കൂടുതൽ വരികയും അങ്ങനെ സ്റ്റോൺ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇമ്മൊബിലൈസേഷൻ, കിടപ്പ് രോഗികൾ, ഒരുപാട് കാലം വെറുതെ കിടക്കുന്ന രോഗികളിലും പലപ്പോഴും കാൽസ്യം അക്യുമുലേഷൻ വരാറുണ്ട്. പിന്നുള്ളത് ഹൈപ്പർ പാരാതൈറോയിഡിസമാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ തൊട്ട് മുകളിലിരിക്കുന്ന ചെറിയൊരു ഗ്ലാൻഡാണ് ഈ പാരാതൈറോയ്ഡ്. പാരാതൈറോയ്ഡ് കാൽസ്യം മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ഗ്ലാൻഡാണ്. അതിൻ്റെ അകത്തുള്ള ഏറ്റക്കുറച്ചുകൾ പലപ്പോഴും ഈ കാൽസ്യം അക്യുമുലേഷന് കാരണമാകാറുണ്ട്. പിന്നുള്ളത് ഇൻഅഡ്വക്കേറ്റ് റീനൽ ഡ്രെയിനേജാണ്. എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ്, തടസ്സം ഈ യൂറിൻ വരുന്ന പാസേജുകളിൽ മുകളിലുള്ള കിഡ്നിയിലോ യുറേറ്ററിലോ ബ്ലാഡറിലോ അല്ലെങ്കിൽ യുറത്തിലോ എവിടെയെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കിഡ്നി സ്റ്റോൺ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 6 കാരണങ്ങൾ.